അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കിയതും അവൻ അവളെ വലിച്ച് അവന്റെ നെഞ്ചിലേക്കിട്ട് ഇറുകെ പുണർന്നു. അവൻ പതിയെ അവളുടെ മുഖം അവനു നേർക്കുയർത്തി. അവൾ അവനെ പ്രണയത്തോടെ നോക്കി. തെളിഞ്ഞൊരു പുഞ്ചിരി അവളുടെ അധരങ്ങളിൽ വിരിഞ്ഞു. രണ്ടുപേരുടെയും മിഴികൾ തമ്മിൽ പൊരുത്തതും അവൾ അവന്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി. അവനൊരു ചിരിയോടെ അവളെ മുറുകെ പുണർന്നു. രാവിലെ പതിവ് സമയത്ത് തന്നെ വൈഗ ഉറക്കമുണർന്നു. താൻ അവന്റെ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന ബോധം വന്നതും അവളുടെ മുഖം ചുവന്നു. കാശി തന്റെ ഇരുകൈകളാൽ അവളെ പുണർന്നു കിടക്കുകയാണ്. അവൾ പതിയെ ആ കൈകൾ എടുത്തു മാറ്റാൻ നോക്കിയതും അവളുടെ ഇടുപ്പിലുള്ള പിടി ഒന്നുകൂടെ മുറുകി. അവന്റെ കൈകൾ മാറിക്കിടക്കുന്ന ചുരിദാറിനിടയിലൂടെ തന്റെ നഗ്നമായ വയറിൽ പതിഞ്ഞതും വൈഗ പൊള്ളിപ്പിടഞ്ഞുപോയി. ഒരു നിമിഷം അവൾക്ക് ശ്വാസം നിലച്ചതുപോലെ തോന്നി. എങ്ങനെയൊക്കെയോ അവന്റെ കൈകൾ എടുത്തു മാറ്റി അവൾ ബെഡിൽ നിന്നും എണീറ്റു. അവൾ അവനെ ഒന്ന് നോക്കി. കാശി നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ പതിയെ അവനടുത്തേക്കൊന്ന് കുനിഞ്ഞു. അവന്റെ നെറ്റിയിൽ അവനെ ഉണർത്താതെ മെല്ലെ ഒന്ന് ചുംബിച്ചു. കുറച്ചുനേരം കൂടി അവനെ ഒന്ന് നോക്കി നിന്ന ശേഷം ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് പോയി. അവൾ പോയെന്നുറപ്പായതും അവൻ മിഴികൾ പതിയെ തുറന്നു. അവനിൽ അത്രയും ഭംഗിയുള്ള ഒരു ചിരി വിരിഞ്ഞു. കുളി കഴിഞ്ഞ ശേഷം കണ്ണാടിക്ക് മുൻപിൽ പോയി മുടി കുളിപ്പിന്നലിട്ട് സിന്ദൂര രേഖയിൽ സിന്ദൂരം ചാർത്തി അവൾ പുറത്തേക്കിറങ്ങി. അവൾ താഴേക്കിറങ്ങിപ്പോയി പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചു. ശേഷം അടുക്കളയിലേക്ക് നടന്നു. ആലിയും ആദ്യം എണീക്കുമ്പോൾ കുറെ താമസിക്കും. അവൾ പോയി കോഫി ഇട്ടപ്പോഴേക്കും സാവിത്രിയും വന്നു. ഫ്ലാസ്കിൽ നിന്നും കപ്പിലേക്ക് കോഫി ഒഴിച്ച് അവൾ സാവിത്രിക്ക് നേരെ നീട്ടി. അവർ ഒരു പുഞ്ചിരിയോടെ അത് വാങ്ങി കുടിച്ചു. കാശി എണീക്കാറായി കാണും, മോൾ അവന് കോഫി കൊടുത്തിട്ട് വാ. അത് കേട്ടതും അവൾ ഒരു പുഞ്ചിരിയോടെ കോഫി എടുത്ത് മുകളിലേക്ക് നടന്നു. വൈഗ മുകളിലെത്തിയപ്പോൾ കാശിയെ അവിടെയൊന്നും കണ്ടില്ല. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾ കപ്പ് ടേബിളിൽ വെച്ച് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നേരെയിട്ടു. ബാത്റൂം ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. കാശിയെ കാണെ തന്റെ ശരീരത്തിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾക്കടുത്തേക്ക് വന്നു. മുഖം കുനിച്ചു നിൽക്കുന്നവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവനിലേക്ക് ചേർത്തു. കാശിയേട്ടാ, എന്തേ ഈ കാണിക്കുന്നെ? വിട്ടേ, അമ്മ അന്വേഷിക്കും, അവൾ വിക്കലോടെ പറഞ്ഞു. ഒന്നടങ്ങി നിൽക്കേണ്ട കൊച്ചേ, നമുക്ക് വല്ലതും മിണ്ടിയും പറഞ്ഞും ഇരിക്കാടി കുറച്ചു നേരം, പറഞ്ഞുകൊണ്ടവൻ അവളെ ഒന്നുകൂടി അവനിലേക്ക് അമർത്തി ചുമരിനോട് ചേർത്ത് നിർത്തി. വൈഗയിൽ ഒരു വിറയൽ പടർന്നു. ആളുടെ നെഞ്ചിൽ ചാഞ്ഞ് ദേഹത്തിന്റെ ചൂടറിഞ്ഞ് ഹൃദയമിടിപ്പറിഞ്ഞ് വൈഗ വല്ലാതെ വിയർത്തു തുടങ്ങി. അവളുടെ കൈകൾ ഇടുപ്പിലൂടെ തന്നെ ചുറ്റിപ്പിടിച്ച കാശിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. വൈഗയുടെ നെഞ്ചിന്റെ മിടിപ്പും ശരീരത്തിന്റെ വിറയലും അത്രയും വേഗത്തിൽ മിടിക്കുന്ന ഹൃദയതാളവും അവനറിഞ്ഞു. അവൻ അവളുടെ മുഖം പതിയെ പിടിച്ചുയർത്തി. അവന്റെ കണ്ണുകൾ തന്റെ അധരങ്ങളിലേക്കാണെന്ന് മനസ്സിലായതും അവൾ കണ്ണുകൾ ഇറുകെ ചിമ്മി. അവന്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. ആളുടെ അനക്കമൊന്നും കാണാഞ്ഞ് അവൾ പതിയെ മിഴി തുറന്നു നോക്കിയതും കാശിയുടെ അധരങ്ങൾ അവളുടെ അധരത്തിൽ അമർന്നിരുന്നു. മൃദുലമായ അധരങ്ങളുടെ സ്പർശനത്തോടൊപ്പം അവന്റെ മീശയും കൂടി അവളുടെ അധരത്തിൽ അമർന്നു. പതിയെ അവിടൊന്നമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ ആ അധരങ്ങളെ പതിയെ പതിയെ സ്വന്തമാക്കി. അവളൊരു പിടപ്പോടെ അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി. പതിയെ ആ അധരങ്ങളെ മോചിപ്പിക്കുമ്പോൾ അവൾ അവനെ ഇരുകൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി. അവന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. ദേ, എനിക്കത്ര വലിയ കൺട്രോളൊന്നുമില്ല കേട്ടോ, കയ്യിന്ന് പോയിട്ട് പിന്നെ എന്നെ പറയരുത്. അത് കേട്ടതും അവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറി കണ്ണു കൂർപ്പിച്ചൊരു നോട്ടം അവനെ നോക്കി. കാശി രണ്ടു കണ്ണും ചിമ്മി അസലൊരു കള്ളച്ചിരിയോടെ അവളുടെ ആ ഭാവം ആസ്വദിച്ചു.